وعن صهيب رضي الله عنه أن رسول الله صلى الله عليه وسلم قال: كان ملك في من كان قبلكم وكان له ساحر فلما كبر قال للملك: إني قد كبرت فبعث إلي غلاما وعلمه السحر. فبعث إليه غلاما يعلمه، وكان في طريقه إذا سلك راهب فقعد إليه وسمع كلامه فأعجبه، وكان إذا أتى الساحر مر بالراهب وقعد إليه، فإذا أتى الساحر ضربه، فشكى ذلك إلى الراهب فقال: إذا خشيت الساحر فقل حبسني أهلي، وإذا خشيت أهلك فقل حبسني الساحر. സബറിൻ്റെ അധ്യായത്തിലെ നാലാമത്തെ ഹദീസാണ്. ദീർഘമായൊരു ഹദീസാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുഹൈബ് റോമക്കാരനാണ്. സുഹൈബുർ റൂമി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള അദ്ദേഹമാണ് സുഹൈബ്. വഅൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: കാന മലിക്കുൻ, ഒരു രാജാവുണ്ടായിരുന്നു, ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിലൊരു രാജാവുണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ, ആ രാജാവിന് അദ്ദേഹത്തിന് ഒരു സാഹിറുണ്ടായിരുന്നു, ഒരു മാരണക്കാരൻ. ഫലമ്മാ കബിറ, ആ മരണക്കാരന് പ്രായമായപ്പോൾ, ഖാല, അവൻ പറഞ്ഞു, ലിൽ മലിക്കി, രാജാവിനോട്, ഇന്നി ഖദ് കബിർത്തു, എനിക്ക് വയസ്സായി. ഇന്നി ഖദ് കബിർത്തു, ഞാൻ കബീറായി, വയസ്സായിട്ടുണ്ട്. ഫബഅസ്, അതുകൊണ്ട് താങ്കൾ അയക്കണം, ഇലയ്യ, എൻ്റെ അടുത്തേക്ക്, ഗുലാമൻ, ഒരു കുട്ടിയെ, ഉഅല്ലിംഹു അസ്സിഹ്റ, ഞാൻ അവനെ ഈ മാരണം പഠിപ്പിച്ചേക്കാം. ഉഅല്ലിംഹു അസ്സിഹ്റ, സിഹ്ർ ഞാൻ അവനെ പഠിപ്പിച്ചേക്കാം. അങ്ങനെ ഫബഅസ ഇലൈഹി ഗുലാമൻ, രാജാവ് ഇവൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ അയച്ചു. യുഅല്ലിമുഹു, അവനെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി. വകാന ഫീ ത്വരീഖിഹി, ഈ കുട്ടിയുടെ വഴിയിലുണ്ടായിരുന്നു, ഇദാ സലക, ആ വഴിയിലേക്ക് പ്രവേശിച്ചാൽ വഴിയുടെ ഇടയിലുണ്ടായിരുന്നു, റാഹിബുൻ, ഒരു പുരോഹിതൻ. റാഹിബ്, സന്യാസി, പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞാണ് റാഹിബ്. പോണ വഴിയിൽ, ഈ സാഹിറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു റാഹിബുണ്ടായിരുന്നു. ഫഖഅദ ഇലൈഹി, അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം അയാളുടെ അടുത്ത് ഇരുന്നു. റാഹിബിനെ കണ്ടപ്പോൾ അവിടെ ഇരുന്നു. വസമിഅ കലാമഹു, ഈ റാഹിബിൻ്റെ സംസാരം അവൻ കേട്ടു, പുരോഹിതൻ്റെ സംസാരം കേട്ടു. ഫഅജബഹു, അതവനെ കൗതുകപ്പെടുത്തി, നല്ല സംസാരമായി തോന്നി. ഈ റാഹിബിൻ്റെ സംസാരം ഈ കുട്ടിക്ക് നന്നായി തോന്നി. വക്കാന ഇദാ അത സാഹിറ, അങ്ങനെ അത് കഴിഞ്ഞ് ഇദാ അതാ അസാഹിറ, അവൻ സാഹിറിൻ്റെ അടുത്ത് എത്തിയാൽ, വക്കാന ഇദാ അത സാഹിർ, സാഹിറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, മറ ബിറാഹിബി, റാഹിബിൻ്റെ അടുത്ത് കൂടെയാണ് പോവുക എല്ലാ ദിവസവും. സാഹിറിൻ്റെ അടുത്തേക്കാണ് പോകുമ്പോൾ മറ ബിറാഹിബി, ഈ റാഹിബിൻ്റെ, പുരോഹിതൻ്റെ അടുത്ത് കൂടെയാണ് പോവുക. വഖഅദ ഇലൈഹി, അപ്പോൾ അയാളുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കും, അയാളുടെ അടുത്ത് കുറച്ചൊക്കെ കേൾക്കും. ഫഇദാ അത സാഹിറ, അങ്ങനെ അയാളുടെ അടുത്ത് ഇരുന്ന് അയാളുടെ അടുത്ത് കേട്ട് കഴിഞ്ഞ ശേഷം, ഫഇദാ അത സാഹിറ, ഈ സാഹിറിൻ്റെ അടുത്ത് എത്തിയാൽ, ലറബഹു, ഈ സാഹിർ ഇവനെ അടിക്കും. സമയം വൈകിയതുകൊണ്ട്, നിശ്ചയിച്ച സമയത്ത് ഇയാൾ എത്താത്തതുകൊണ്ട് അടിക്കും. ഫശക്കാ ദാലിക ഇലർ റാഹിബി, അപ്പോൾ ഈ കുട്ടി ഈ വിഷയം ഒരു പരാതിയായി റാഹിബിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കങ്ങനെ അടി കിട്ടുന്നുണ്ട് ഈ സാഹിറിൻ്റെ അടുത്ത് നിന്ന് എന്ന് റാഹിബിൻ്റെ അടുത്ത് പറഞ്ഞു. ഫഖാൽ,
ഈ റാഹിബ് പറഞ്ഞു കൊടുത്തു, ഇദാ ഖശീത സാഹിറ, നിനക്ക് അങ്ങനെ ഈ സാഹിറിനെ ഭയമാണെങ്കിൽ ഫഖുൽ, നീ പറയണം, സാഹിറിനോട് പറഞ്ഞേക്കണം, ഹബസനി അഹ്ലി, എൻ്റെ വീട്ടിൽ വൈകിപ്പോയതാണ്. ഹബസനി, എന്നെ പിടിച്ചു വെച്ചു, അഹ്ലി, എൻ്റെ കുടുംബക്കാർ. അപ്പോൾ വീട്ടിൽ ചില പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ വൈകിയതാണ് എന്ന് സാഹിറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. വഇദാ ഖശീത അഹ്ലക്, ഇനി വീട്ടിലെത്താനാണ് വൈകിയതെങ്കിലോ ഫഖുൽ, അപ്പോൾ നീ പറഞ്ഞോ, ഹബസനി സാഹിർ, ഞാൻ സാഹിറിൻ്റെ അടുത്ത് വൈകിപ്പോയതാണ് എന്ന് പറഞ്ഞോ എന്ന് ഒരു എക്സ്ക്യൂസ് പറയാൻ വേണ്ടി പറഞ്ഞതാ. കാരണം ഈ സാഹിറിൻ്റെ അടുത്ത് ഇങ്ങനെ അടി കിട്ടണമെന്ന് ആവലാതി പറഞ്ഞപ്പോഴേ. ഫബൈനമാ ഹുവ അലാ ദാലിക്, ഫബൈനമാ ഹുവ അലാ ദാലിക്, അങ്ങനെ ആയിരിക്കെ ഇദ് അതാ അലാ ദാബത്തിൻ അലീമത്തിൻ, ഇദ് അതാ, വന്നു. ഈ കുട്ടി ഇങ്ങനെ വഴിയിൽ പോവുകയാണല്ലോ, പോണ വഴിയിൽ വന്നു, അലാ ദാബത്തിൻ, ഒരു ദാബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജന്തു, ഒരു മൃഗം, ഒരു മൃഗം പോണ വഴിയിൽ, അലീമത്തിൻ, വലിയൊരു മൃഗം, ഖദ് ഹബിസത്തിന്നാസ, ഈ മൃഗം ജനങ്ങളെ മുഴുവൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഭയങ്കര മൃഗം വഴിയിൽ, ഒരു വലിയ ജീവിയാണ്. ആ ജീവി ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പോകാൻ സമ്മതിക്കുന്നില്ല, വഴിയിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഫഖാല, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കുട്ടി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞതാ, അൽ യൗമ അഅലമു അസ്സാഹിറു അഫ്ദൽ അം അർറാഹിബു അഫ്ദൽ, അൽ യൗമ, ഇന്ന്, അഅലമു, എനിക്ക് മനസ്സിലാകും, അസ്സാഹിറു അഫ്ദൽ, സാഹിറാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, അം, അതോ അർറാഹിബു അഫ്ദൽ, റാഹിബാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, ഇന്ന് ഞാൻ മനസ്സിലാക്കും. അത് ഇയാൾ മനസ്സിൽ പറയും, കുട്ടി പറഞ്ഞതാണ്. എന്താ? അൽയൗമ അഅലമു സാഹിർ അഫ്ദൽ അം അർറാഹിബു അഫ്ദൽ, ഇന്ന് ഞാൻ മനസ്സിലാക്കും സാഹിറാണോ ഏറ്റവും നല്ലവൻ, ശ്രേഷ്ഠതയുള്ളവൻ, അം അർറാഹിബ്, റാഹിബാണോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, ഇന്ന് ഞാൻ മനസ്സിലാക്കും എന്ന് പറഞ്ഞു. കുട്ടിയുടെ അടുത്ത് ഒരു ഐഡിയ, ഒരു മനസ്സിലൊരു ഐഡിയ തോന്നിയതാണ്. അതെന്താ? ഫഅഖദ ഹജറൻ, എന്നിട്ട് ഇവൻ ഒരു കല്ലെടുത്തു, ഹജർ. ഫഖാല, എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇൻകാന അംറു റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിരി ഫഖ്തുൽ ഹാദിഹി ദാബ്ബ ഹത്താ യഖ്ദിയന്നാസ് എന്ന് കുട്ടി പറഞ്ഞു. എന്താ പറഞ്ഞ്? അല്ലാഹുമ്മ ഇൻകാന അംറു റാഹിബി, അള്ളാഹുവേ. അപ്പോൾ ഈ റാഹിബ്, ഈ പുരോഹിതൻ, ഇയാൾ നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് അർത്ഥം. ദീനുമായി ബന്ധപ്പെട്ട, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻകാന അംറു റാഹിബി, ഈ പുരോഹിതൻ്റെ കാര്യമാണ് അഹബ്ബ ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, പുരോഹിതൻ എനിക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, എന്തിനേക്കാൾ? മിൻ അംരി സാഹിരി, ഈ സാഹിർ എന്നെ പഠിപ്പിച്ചിരുന്നതിനേക്കാൾ. സാഹിർ മാരണമാണ്, മാജിക്കാണ് പഠിപ്പിക്കുന്നത്. ഈ പുരോഹിതൻ പഠിപ്പിക്കണതോ ദീനാണ്. അപ്പോൾ ഈ പുരോഹിതൻ പഠിപ്പിക്കുന്ന ദീനാണ് സാഹിർ പഠിപ്പിക്കുന്ന സിഹറിനേക്കാൾ നിനക്ക് ഇഷ്ടമെങ്കിൽ ഫഖ്തുൽ ഹാദിഹി ദാബ്ബ, ഈ ജീവിയെ നീ കൊല്ലണം. അള്ളാഹിനോട് പറയാം, ഹത്താ യംദിയന്നാസ്, ജനങ്ങൾക്ക് നടന്നു പോകാൻ സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഈ ജീവിയെ നീ കൊല്ലണം എന്ന് ഈ കുട്ടി പറയുകയും, ഫറമാഹ, കുട്ടിയുടെ കയ്യിൽ എന്താ? കല്ലാണ്. ഫറമാഹ, ആ കല്ലിനെ അവൻ ജീവിയുടെ നേർക്ക് എറിഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഫഖതലഹ, ആ ജീവി, വമദന്നാസ്, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? കടന്നു പോവുകയും ചെയ്തു. ഇതാണ് സംഭവം. കുട്ടി വഴിയിലൊരു വലിയ ജീവിനെ കണ്ടു. ഈ കുട്ടിയുടെ മനസ്സിലൊരു ഐഡിയ തോന്നി, ഇന്ന് ഞാൻ മനസ്സിലാക്കും ആരാണ് ഏറ്റവും നല്ലവനെന്ന്, സാഹിറാണോ റാഹിബാണോ എന്ന്. എന്നിട്ടൊരു കല്ല് കയ്യിലെടുത്തു. എന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, റാഹിബിൻ്റെ കാര്യമാണ് ഏറ്റവും, ഈ സാഹിറിൻ്റെ കാര്യത്തേക്കാൾ നിനക്ക് ഇഷ്ടമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ ഒരു ഏറുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? കൊല്ലണം എന്ന് പറഞ്ഞു. ഇവൻ എറിഞ്ഞു. ഈ ജീവി എന്ത് ചെയ്തു? ചത്തു. ജനങ്ങളൊക്കെ നടന്നുപോയി. ഫഅത്തർ റാഹിബ, അങ്ങനെ കുട്ടി റാഹിബിൻ്റെ അടുത്ത് വന്നു. വഴിയിലാണല്ലോ. ഫഅഖ്ബറഹു, വിവരം റാഹിബിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വഴിയിൽ എന്ന് പറഞ്ഞു. ഫഖാല ലഹു റാഹിബ്, അപ്പോൾ റാഹിബ് അവൻ്റെ അടുത്ത് പറഞ്ഞു,
ഐ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, അൻതൽ യൗമ അഫ്ദലു മിന്നി, അൻത നീ, അൽ യൗം ഇന്ന്, അഫ്ദലു മിന്നി എന്നേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹു നിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്തു? സ്വീകരിച്ചു. അപ്പോൾ നീ ഇന്ന് എന്നേക്കാൾ ശ്രേഷ്ഠവാനാണ്. ഖദ് ബലഗ മിൻ അംരിക മാ അറാ, ഖദ് ബലഗ മിൻ അംരിക, നിൻ്റെ കാര്യം എത്തിയിരിക്കുന്നു, മാ അറാ, ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതുവരെ എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ കണ്ട്, ഈ കുട്ടിയെ കണ്ട്, കുട്ടിക്ക് കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പുരോഹിതൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവനൊരു നല്ല കുട്ടിയായി വളരും, നല്ല അള്ളാഹുവായിട്ട് നല്ല ബന്ധമുള്ള നല്ല കുട്ടിയാവുമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഖദ് ബലഗ മിൻ അംരിക മാ അറാ, നിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ച, ഞാൻ കണ്ട, ഞാൻ മനസ്സിലാക്കിയ അങ്ങോട്ട് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വ ഇന്നക, തീർച്ചയായും നീ, സതുബ്തല, നീ പരീക്ഷിക്കപ്പെടും, നിനക്കൊരുപാട് പരീക്ഷണങ്ങൾ വരും എന്ന് ഈ പുരോഹിതൻ പറഞ്ഞു. ഇന്നക സതുബ്തല, നീ പരീക്ഷിക്കപ്പെടും. ഫഇനിബ്തുലീത, അങ്ങനെ നീ പരീക്ഷിക്കപ്പെട്ടാൽ, ഫലാ തദുല്ല അലയ്യ, എന്നെക്കുറിച്ച് നീ ആരോടും പറഞ്ഞു കൊടുക്കരുത്. ദല്ല, അറിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഫലാ തദുല്ല അലയ്യ, എന്നെക്കുറിച്ച് നീ ആരോടും പറഞ്ഞു കൊടുക്കരുത് എന്നും ഈ റാഹിബ് കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം കുട്ടീനോട് 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഖദ് ബലഗ മിൻ അംരിക മാ അറാ, ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ആ ഒരു ഗ്രേഡിലേക്ക് നീ എത്തിക്കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തേത്, വ ഇന്നക സതുബ്തല, നീ എന്ത് ചെയ്യും? നിനക്ക് വലിയ പരീക്ഷണങ്ങൾ വരാനുണ്ട്. കാരണം ഈ രാജാവ് ദീനിനെതിരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെതിരാണ്. രാജാവിനെ ആരാധിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആളുകളോട് പറയുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും പരീക്ഷിക്കും. ഫഇനിബ്തുൽ, ആ രാജാവിൻ്റെ സാഹിറാകാനാണ് കുട്ടി പോണത്, മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ട് അവൻ പരീക്ഷിക്കപ്പെടും. ഫഇനിബ്തുലീത ഫലാ തദുല്ല അലയ്യ, പരീക്ഷിക്കപ്പെട്ട് എവിടുന്നടോ നിനക്കിത് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യരുത്? എന്നെ കാണിച്ചു കൊടുക്കരുതേ എന്ന് ആര് പറഞ്ഞു? റാഹിബ് പറഞ്ഞു. വക്കാനൽ ഗുലാം യുബ്രിഉൽ അക്മഹ വൽ അബ്റസ, ഈ കുട്ടി യുബ്രിഉ, അവൻ സുഖമാക്കാൻ തുടങ്ങി, അൽ അക്മഹ വൽ അബ്റസ, വെള്ളപ്പാണ്ട് ബാധിച്ചവനെയും ഈ അന്ധത ബാധിച്ചവനെയുമൊക്കെ. അക്മഹ് കണ്ണ് കാണാത്തവൻ, അബ്റസ് പാണ്ട് ബാധിച്ചവൻ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ഗ്രേഡ് ഈ റാഹിബ് പറഞ്ഞല്ലോ, ഞാൻ ഉദ്ദേശിച്ചവിടത്തേക്ക് നീ എത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടി എന്താ വെച്ചാൽ ഇതൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും? സുഖമാവും. ആ ഒരു ഗ്രേഡിലേക്ക് കുട്ടി എത്തി. യുദാവിന്നാസ മിൻ സായിരിൽ അദ്വാ, യുദാവിന്നാസ, ജനങ്ങളെ ചികിത്സിച്ചു, മിൻ സായിരിൽ അദ്വാ, ഇതല്ലാത്ത മറ്റ് രോഗങ്ങൾക്കൊക്കെ കുട്ടി എന്ത് ചെയ്തു? ചികിത്സിക്കാൻ തുടങ്ങി. ഫസമിഅ, ഈ വിവരം അറിഞ്ഞു, കേട്ടു. ജലീസുൻ ലിൽ മലിക്കി, രാജാവിൻ്റെ ഒരു മന്ത്രി, ജലീസ്, രാജാവിൻ്റെ ഒരു ഏറ്റവും അടുത്ത ആൾ, ഒപ്പം ഇരിക്കുന്ന ആൾ, ജലസ എന്ന് പറഞ്ഞാൽ ജലീസ്, അപ്പം മന്ത്രിയാണ്. കാന ഖദ് അമിയ, ഈ മന്ത്രിക്ക് അന്ധത ബാധിച്ചു തുടങ്ങിയിരുന്നു, കണ്ണ് കാണാതെ അങ്ങനായി തുടങ്ങിയിരുന്നു. പുള്ളി ഇത് കേട്ടു. ഫഅതാഹു, അങ്ങനെ ഈ മന്ത്രി ഈ കുട്ടിയുടെ അടുത്ത് വന്നു. ബി ഹദായ കസീറ, ധാരാളം ഹദായകളുമായി, ഗിഫ്റ്റുകളുമായി ഈ കുട്ടീൻ്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് ഈ മന്ത്രി പറഞ്ഞു, മാ ഹാഹുനാ ലക അജ്മഅ ഇൻ അൻത ശഫൈതനി, കുറേ ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, മാ ഹാഹുനാ, ഇവിടെയുള്ളതെല്ലാം, കുറേ ഗിഫ്റ്റായിട്ട് കൊണ്ട് വന്നിട്ട് പറയാണ്, ലക അജ്മഅ, എല്ലാം നിനക്കുള്ളതാണ്. മാ ഹാഹുന ലക അജ്മഅ, ഇവിടെ ഉള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇൻ അൻത ശഫൈതനി, നീ എന്നെ സുഖമാക്കിയാൽ, നീ എന്നെ സുഖമാക്കിയതൊക്കെ എന്താണ്? നിനക്കുള്ളതാണ്. ഫഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു, ഇന്നി ലാ അഷ്ഫി അഹദൻ, ഇന്നി ലാ അഷ്ഫി അഹദൻ, ഞാൻ ആരെയും ഷിഫയാക്കാറില്ല. ഇന്നി ലാ അഷ്ഫി അഹദൻ, ഞാൻ ആരെയും ഷിഫയാക്കാറില്ല. ഇന്നമാ യഷ്ഫി അല്ലാഹു തആല, ഇന്നമാ യഷ്ഫി അല്ലാഹു തആല, സുഖമാക്കലാരാ? അല്ലാഹു തആലയാണ് സുഖമാക്കുക, ഞാൻ ആർക്കും എന്താക്കാറില്ല, സുഖമാക്കുക. ഫഇൻ ആമൻത ബില്ലാഹ്, മന്ത്രിനോട് പറയാണ് കുട്ടി, ഫഇൻ ആമൻത ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചാൽ,
ദഅൗതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഫശഫാക, അപ്പോൾ അവൻ നിനക്ക് ശിഫ തന്നേക്കാം. ഫൈൻ ആമൻത ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, ദഅൗതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ഫശഫാക, അപ്പോൾ അള്ളാഹു നിനക്ക് എന്ത് ചെയ്യും? ഷിഫ തരും, സുഖമാക്കാം എന്ന് പറഞ്ഞു. ഫആമന ബില്ലാഹി തആല, അങ്ങനെ മന്ത്രി എന്ത് ചെയ്തു? വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. ഫശഫാഹുല്ലാഹ്, അള്ളാഹു അവൻ എന്ത് ചെയ്തു? ഷിഫ നൽകി. എന്ന് വെച്ചാൽ അവൻ്റെ ഈ ഇത് പോയി, അന്ധത. ഫഅതൽ മലിക, അങ്ങനെ മന്ത്രി എവിടെ വന്നു? മലിക്കിൻ്റെ അടുത്ത് വന്നു, രാജാവിൻ്റെ അടുത്ത് വന്നു. ഫജലസ ഇലൈഹി, രാജാവിൻ്റെ അടുത്ത് ഇരുന്നു. കമാ കാന യജ്ലിസു, സാധാരണ മന്ത്രി എല്ലാ ദിവസവും പോകാറുണ്ട്, അങ്ങനെ അന്നും പോയി രാജാവിൻ്റെ അടുത്തിരുന്നു. ഫഖാല ലഹുൽ മലിക്, അപ്പോൾ രാജാവ് അവൻ്റെ അടുത്ത് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക, മൻ റദ്ദ അലൈക ബസറക, നിന്റെ ബസർ, നിന്റെ കാഴ്ച നിനക്ക് ആരാ തന്നത്, തിരിച്ചു തന്നത്? നീ ഇന്നലെയൊക്കെ വന്നത് കണ്ണില്ലാത്ത ആളായിട്ടാണല്ലോ, കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മൻ റദ്ദ അലൈക ബസറക, നിന്റെ കാഴ്ച ആരാണ് നിനക്ക് തിരിച്ചു തന്നത്? ഖാല, ഇവൻ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബ് തന്നതാ, എൻ്റെ റബ്ബാണ് എനിക്ക് തിരിച്ചത്. ഖാല, രാജാവ് ചോദിച്ചു, അവലക റബ്ബുൻ ഗൈരി, അവലക റബ്ബുൻ ഗൈരി, അവലക, നിനക്കുണ്ടോ, റബ്ബുൻ, ഒരു റബ്ബ്, ഗൈരി, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ? ഖാല ലഹുൽ മലിക്കു, രാജാവ് എന്നോട് ചോദിച്ചത് എന്താ? മൻ റദ്ദ അലൈക ബസറക്, ആരാണ് നിനക്ക് കാഴ്ച തിരിച്ചു തന്നത് എന്ന് ചോദിച്ചു. ഖാല, മന്ത്രി പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബാണ്, എൻ്റെ രക്ഷിതാവാണ് എനിക്ക്. ഖാല, അപ്പോൾ രാജാവ് ചോദിച്ചു, അവലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്ത ഒരു രാജാവ് നിനക്കുണ്ടോ? അതേതാ ഒരു റബ്ബ് നിനക്കുണ്ടോ? അവലക റബ്ബുൻ ഗൈരി. അപ്പോൾ ഈ മലിക്ക്, രാജാവ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും രാജാവ് ആരാ? റബ്ബാണെന്നാ. ഓക്കെ, അപ്പോൾ അതാണ് അവലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്ത ഒരു റബ്ബ് നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, മന്ത്രി പറഞ്ഞു, റബ്ബി വ റബ്ബുക അല്ലാഹ്, റബ്ബി വ റബ്ബുക അല്ലാഹ്, നിന്റെ റബ്ബും എൻ്റെ റബ്ബും അല്ലാഹുവാണ്. ഫഅഖസഹു, അപ്പോൾ രാജാവ് അവനെ പിടിച്ചു വെച്ചു. ആരെ? മന്ത്രിനെ. ഫലം യസൽ യുഅദ്ദിബുഹു, അവനെ ശിക്ഷിച്ചുകൊണ്ടേയിരുന്നു, അടിച്ചും ഇടിച്ചുമൊക്കെ ശിക്ഷിച്ചു. ഹത്താ ദല്ല അലൽ ഗുലാം, ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് വരെ അടിച്ചു. ആരാടാ പറയുന്നു പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു റബ്ബിനെ ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന് പറയുന്നു. അങ്ങനെ അവസാനം ഈ കുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. കുട്ടി രാജാവിൻ്റെ ആളാണല്ലോ. ഫജി അബിൽ ഗുലാം, അങ്ങനെ ആ കുട്ടിയെ ആനയിക്കപ്പെട്ടു, കൊണ്ടുവരപ്പെട്ടു. രാജാവിൻ്റെ സദസ്സിൽ കുട്ടിയെത്തി. ഫഖാല ലഹുൽ മലിക്, രാജാവ് എന്നോട് ചോദിച്ചു, ഐ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഖദ് ബലഗ മിൻ സിഹ്രിക മാ തുബ്രിഉൽ അക്മഹ വൽ അബ്റസ വതഫ്അലു. ഖദ് ബലഗ മിൻ സിഹ്രിക, എടാ നീ പഠിച്ച് നിന്റെ സിഹർ എത്തിയല്ലോ. മാ തുബ്രിഉൽ അക്മഹ വൽ അബ്റസ, കണ്ണ് കാണാത്തവനെ സുഖമാക്കുന്ന, വെള്ളപ്പാണ്ട് ബാധിച്ചവനെ സുഖമാക്കുന്ന ഗ്രേഡിലേക്ക് നീ എത്തിയല്ലോ. വതഫ്അലു, പിന്നെ ഇന്ന ആളുകൾക്കൊക്കെ ഇന്നതൊക്കെ നീ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയല്ലോ. നീ വലിയ ആളായല്ലോ, ഞാൻ നിന്നെ സിഹർ പഠിപ്പിച്ചിട്ടേ നീ വലിയ ആളായല്ലോ. ഖദ് ബലഗ മിൻ സിഹ്രിക, നിന്റെ സിഹർ പഠിച്ചതുകൊണ്ട് നീ എത്തിയല്ലോ. മാ തുബ്രിഉൽ അക്മഹ വൽ അബ്റസ, കണ്ണ് കാണാത്തവനെ ചികിത്സിക്കുന്ന, വെള്ളപ്പാണ്ടുകാരനെ ഭേദമാക്കുന്ന. വതഫ്അലു, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ തുടങ്ങിയല്ലോ, നീ വലിയ ആളായല്ലോ എന്ന് രാജാവ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇന്നി ലാ അഷ്ഫി അഹദൻ, ഇന്നി ലാ അഷ്ഫി അഹദൻ, ഞാൻ ആരെയും ഷിഫയാക്കാറില്ല. ഇന്നമാ യഷ്ഫി അല്ലാഹു തആല, ഇന്നമാ യഷ്ഫി അല്ലാഹു തആല. കുട്ടി മന്ത്രിനോട് പറഞ്ഞ അതേ വാചകം. ഇന്നമാ യഷ്ഫി അല്ലാഹു തആല, ഷിഫയാക്കുന്നതാരാ?
അല്ലാഹു തആലയാണ്, ഞാൻ സുഖമാക്കാറില്ല. ഫഅഖദഹു, അപ്പോൾ രാജാവ് എന്ത് ചെയ്ത്? അവനെയും പിടിച്ചു. ഫലം യസൽ യുഅദ്ദിബുഹു, അവനെയും ശിക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ ദല്ല അലർ റാഹിബ്, ആരെടാ നിനക്കിത് പഠിപ്പിച്ചെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അവസാനം ഹത്താ ദല്ല അലർ റാഹിബ്, നമ്മുടെ റാഹിബിനെ കുറിച്ച് പറയേണ്ടി വന്നു. റാഹിബ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താക്കി നിന്നെ പരീക്ഷിക്കപ്പെടുന്നു എന്നെ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടി കിട്ടിയപ്പോൾ എന്തായി പോയി? പറഞ്ഞുപോയി. അങ്ങനെ ഫജി അബിർ റാഹിബ്, രാജാവിൻ്റെ സദസ്സിലേക്ക് ആര് വന്നു? ആരെ കൊണ്ടുവന്നു? റാഹിബിനെ കൊണ്ടുവന്നു. ഫഖീല ലഹു, അവനോട് ചോദിക്കപ്പെട്ടു, അവനോട് പറയപ്പെട്ടു, ഇർജി അൻ ദീനിക്, ഇർജി അൻ ദീനിക്, നിൻ്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം എന്ന് പറഞ്ഞു. നിൻ്റെ ദീന, ഇവൻ്റെ റാഹിബിൻ്റെ ദീന ഏതാ? ഇസ്ലാമാണ്, അള്ളാഹുവാണ് റബ്ബ് എന്നുള്ള ദീനാണ്. നാട്ടുകാരുടെ ദീനോ ഈ മലിക്കാണെന്ത്? രാജാവാണെന്ത്? റബ്ബ് എന്ന ദീനുമാണ്. ഇർജി അൻ ദീനിക്, എടാ നിൻ്റെ ദീനെന്ന് മടങ്ങുമെന്ന് പറഞ്ഞു. ഫഅബാ, അപ്പോൾ അവൻ വിസമ്മതിച്ചു. ആര്? റാഹിബ് പറഞ്ഞേ ഞാൻ മടങ്ങൂല. ഫദഅ ബിൽ മിൻഷാർ, അപ്പോൾ ഒരു ഈർച്ചവാള് കൊണ്ടുവരപ്പെട്ടു. ഫവുദിഅ ബിൽ മിൻഷാർ, ആ ഈർച്ചവാള് വെക്കപ്പെട്ടു. ഫീ മഫ്രിഖി റഅ്സിഹി, അവൻ്റെ തലയുടെ മധ്യത്തിൽ. മഫ്രിഖ് റഅ്സ് എന്ന് പറഞ്ഞാൽ ഇതാ തലയുടെ മധ്യഭാഗം. ഈർച്ചവാൾ ഇങ്ങനെ വെച്ചു. ഫശഖഹു ബിഹി, എന്നിട്ട് അവനെ അതുകൊണ്ട് ഷക്ക, പിളർത്തി, മുറിക്കാൻ തുടങ്ങി. ഷക്ക. ഹത്താ വഖഅ ഷിഖാഹു, രണ്ടു പിളർപ്പായി അവൻ നിലത്ത് വീഴുന്നത് വരെ. ഹത്താ വഖഅ, നിലത്ത് വീഴുന്നത് വരെ. ഷിഖാഹു, രണ്ട് ഷിഖായിട്ട്, രണ്ട് പൊളിയായിട്ട് ഇവൻ എന്തായി? നിലത്ത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ എന്താക്കി? ഈർന്ന് രണ്ട് പാർട്ടായി, ഒരു ഭാഗം കൂടി ഒരു ഭാഗം കൂടി. ആൾക്കാരിങ്ങനെ കാണുകയാണ്. സുമ്മജി അബി ജലീസിൽ മലിക്, ഇതിങ്ങനെ അവിടെ ഇട്ടിട്ട് ആരെ കൊണ്ടുവന്നു? മന്ത്രിനെ കൊണ്ടുവന്നു. ഫഖീല ലഹു, മന്ത്രിനോട് പറഞ്ഞു, ഇർജി അൻ ദീനിക്, എടോ കണ്ടില്ലേ, ഇർജി അൻ ദീനിക്, നിന്റെ ദീനിൽ നിന്ന് നീ മടങ്ങണം. ഫഅബാ, മന്ത്രി എന്തായി? വിസമ്മതിച്ചു. ഫബുദിഅ അൽ മിൻഷാർ, എപ്പോൾ ഈ ഈർച്ചവാള് വെച്ചു. ഫീ മഫ്റഖി റഅ്സിഹി, ആരുടെ? മന്ത്രിയുടെ മഫ്റഖ് റഅ്സിൽ വെച്ചു. മഫ്റഖ് എന്ന് പറഞ്ഞാൽ മധ്യഭാഗം. മന്ത്രിയുടെ തലയുടെ മധ്യഭാഗത്ത് വെച്ചു. ഫശഖഹു ബിഹി, എന്നിട്ട് ആ വാള് കൊണ്ട് അവനെ മുറിച്ചു. ഹത്താ വഖഅ ശഖാഹു, രണ്ട് പാളിയായി അവനും എന്തായി? നിലത്ത് വീണു. അപ്പോൾ രണ്ടാൾ വീണു. ആരൊക്കെ? റാഹിബും വീണു, മന്ത്രിയും. സുമ്മജി അബിൽ ഗുലാം, പിന്നീട് നമ്മളെ കുട്ടിനെ കൊണ്ടുവരപ്പെട്ടു. കുട്ടി എന്ന് പറഞ്ഞാൽ രാജാവിനെ സാഹിറാകാനുള്ളതാ. ഫഖീല ലഹു, അവനോട് പറഞ്ഞു, ഇർജി അൻ ദീനിക്, മടങ്ങടോ നിൻ്റെ ദീനിൽ നിന്ന് പറഞ്ഞു. ഫഅബാ, അവനും എന്ത് ചെയ്തു? വിസമ്മതിച്ചു. ഫദഫഅഹു ഇലാ നഫരിൻ മിൻ അസ്ഹാബിഹി, ഫദഫഅഹു, അപ്പോൾ ഈ കുട്ടിയെ രാജാവ് കൊടുത്തു. ഇലാ നഫരിൻ മിൻ അസ്ഹാബിഹി, തൻ്റെ കിങ്കരന്മാരായ ചിലർക്ക്. രാജാവിന് കുറച്ച് പോക്കിരിമാരുണ്ടാവും, വില്ലന്മാർ, അതാണ് നഫറും മിൻ അസ്ഹാബി, വില്ലന്മാർക്ക് കൊടുത്തു. ഫഖാൽ, എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലാ ജബലി കദാ വകദാ, ഇദ്ഹബൂ ബിഹി, ഇവനെയും കൊണ്ട് നിങ്ങൾ പോകണം. ഇലാ ജബലി കദാ വകദാ, ഇന്ന ഇന്ന മലയുടെ മുകളിലേക്ക് പോകണം. ജബൽ, അവിടെയുള്ള ഒരു വലിയ മലൻ്റെ പേര് പറഞ്ഞിട്ട് ആ മലൻ്റെ മുകളിലേക്ക് പോകണം. ഫസ്അദൂ ബിഹി അൽ ജബല, ഫസ്അദൂ ബിഹി, നിങ്ങൾ അവനെയും കൊണ്ട് കയറണം. അൽ ജബല, എവിടെ? പർവ്വതത്തിൽ കയറണം. അങ്ങനെ ഫഇദാ ബലഗ്തും ദിർവതഹു, അതിൻ്റെ ഏറ്റവും ഉച്ചിയിൽ, ദിർവത്ത് ഏറ്റവും മുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിൽ നിങ്ങൾ എത്തിയാൽ അവനോട് പറയണം എന്ത്? അവൻ്റെ ദീനിൽ നിന്ന് മടങ്ങാൻ വേണ്ടി പറയണം. അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയണം, എടാ ഇർജി അൻ ദീനിക്. ഫഇൻ റജഅ അൻ ദീനിഹി, അവനവൻ്റെ ദീനിൽ നിന്ന് മടങ്ങിയാൽ അവനെ വിടുക, ഫ്രീ ആക്കുക. അവിടെ എത്തിയിട്ടേ മുകളിലെത്തിയിട്ട് പറയും. വ ഇല്ല, അവിടെ വെച്ച് അവൻ മടങ്ങിയില്ലെങ്കിലോ ഫത്രഹു, ആ മലയുടെ മുകളിൽ നിന്ന് അവനെ താഴത്തേക്ക് എറിയണം എന്ന്.
ഫത്രഹു. ഫദഹബു ബിഹി, അവരവനെയും കൊണ്ടുപോയി. ആര്? കിങ്കരന്മാർ കുട്ടിനെയും കൊണ്ടുപോയി. ഫസഅദു ബിഹി അൽ ജബല, അങ്ങനെ അവരെന്ത് ചെയ്തു? മലിൻ്റെ മുകളിൽ കയറി. സഅദു ബിഹി അൽ ജബല, ഇവനെയും കൊണ്ട് മലിൻ്റെ മുകളിലേക്ക് കയറി. ഫഖാൽ, അപ്പോൾ ഈ കുട്ടി മലൻ്റെ മുകളിലെത്തി. ഇവനോട് പറഞ്ഞു, മടങ്ങാൻ പറഞ്ഞു. ഓൻ പറഞ്ഞു മടങ്ങൂല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരിടാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ശിഅ്ത, അല്ലാഹുവേ ഇക്ഫിനീഹിം, ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ബിമാ ശിഅ്ത, നീ ഉദ്ദേശിച്ച പോലെ. അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ശിഅ്ത, നീ ഉദ്ദേശിച്ച പോലെ. എങ്ങനെ രക്ഷിക്കണമെന്ന് പറയാൻ അറിയില്ല ഈ കുട്ടിക്ക്. നീ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഇവരിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഫറജഫ ബിഹിമുൽ ജബൽ, ഫറജഫ ബിഹിം, അപ്പോൾ അവരെയും കൊണ്ട് വിറച്ചു. റജഫ അൽ ജബൽ, പർവ്വതം ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഫസഖതു, അവരെന്ത് ചെയ്തു? നിലത്ത് വീണു. മുകളിൽ കൊണ്ടുപോയി ഇടാൻ പോയത് കുട്ടിനെയാണ്, വീണതോ ഈ കിങ്കരന്മാരാണ്. ഫറജഫ ബിഹിമുൽ ജബൽ, പർവ്വതം അവരെയും കൊണ്ട് വിറച്ചു. ഫസഖതു, അങ്ങനെ അവരെല്ലാവരും നിലത്ത് വീണു. വജാഅ യംഷി ഇലൽ മലിക്, വജാഅ യംഷി, ഈ കുട്ടി ഇങ്ങനെ വരുന്നു, നടന്നു വരുന്നു. ഇലൽ മലിക്, രാജാവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. മനസ്സിലായില്ലേ? കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. രാജാവിൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല ലഹുൽ മലിക്, രാജാവ് അവനോട് ചോദിച്ചു, മാ ഫുഇല ബി അസ്ഹാബിക്, എടോ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. മാ ഫുഇല ബി അസ്ഹാബിക്. ഫഖാൽ, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു തആല അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു തആല അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ഫദഫഅഹു, അപ്പോൾ രാജാവ് ഇവരെ വീണ്ടും പിടിച്ചു വെച്ചു. ഫദഫഅഹു ഇലാ നഫരിൻ മിൻ അസ്ഹാബിഹി, വേറെ ചില കിങ്കരന്മാർക്ക് ഇവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഫഖാൽ, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി, ഇവനെയും കൊണ്ടുപോകണം. ഫഹ്മിലുഹു ഫീ ഖുർഖൂർ, ഖുർഖൂർ എന്ന് പറഞ്ഞാൽ ഒരു തരം കപ്പലാണ്, പായ്ക്കപ്പൽ മാതിരിയുള്ള കപ്പൽ. കപ്പലിൽ ഇവനെ കയറ്റണം. വതവസ്സതൂ ബിഹിൽ ബഹറ, എന്നിട്ട് കടലിൻ്റെ നടുവിലേക്ക് പോകണം. കപ്പൽ കയറിയിട്ട് കടലിൻ്റെ നടുവിലേക്ക് പോകണം. എന്നിട്ട് അവനോട് നടുവിൽ കടലിൻ്റെ നടുവിൽ വെച്ച് പറയണം എന്ത്? ദീനിന്ന് മടങ്ങാൻ. ഫഇൻ റജഅൻ ദീനിഹി, അവൻ ദീനിന്ന് മടങ്ങിയാൽ അവനെ തിരിച്ചു കൊണ്ടുവരണം. വ ഇല്ല, മടങ്ങിയില്ലെങ്കിലോ ഫഖ്ദിഫു, അവൻ ആ കടലിൽ എറിഞ്ഞേക്കണം എന്ന്. ഫദഹബൂ ബിഹി, ഇവനെയും കൊണ്ടുപോയി. എങ്ങോട്ടാ പോയത്? കടലിൽ പോയി. ഫഖാൽ, അങ്ങനെ അവിടെ എത്തി. ഈ രംഗമായപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ശിഅ്ത. കുട്ടിൻ്റെ പ്രാർത്ഥനയുടെ വാചകമാണ് അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ, അല്ലാഹുവേ നീ ഉദ്ദേശിച്ച പോലെ ഇവരിൽ തന്നെ രക്ഷിക്കണമേ. ഫൻകഫഅത് ബിഹിമുസ് സഫീന, കപ്പൽ ഇവരെയും കൊണ്ട് ആടാൻ തുടങ്ങി. ആടാൻ തുടങ്ങി. ഫൻകഫഅത് ബിഹിമുസ് സഫീന, കപ്പൽ ഇവരെയും കൊണ്ട് ആടി. ഫഗരിഖൂ, അവരെല്ലാവരും മുങ്ങി ചത്തുപോയി. ആരൊഴികെ? കുട്ടി ഒഴികെ. വജാഅ യംഷി ഇലൽ മലിക്, കുട്ടി അതാ രാജാവിൻ്റെ അടുത്തേക്ക് നടന്നങ്ങനെ വരുന്നു. ഫഖാല ലഹുൽ മലിക്, രാജാവിനോട് ചോദിച്ചു, മാ ഫുഇല ബി അസ്ഹാബിക്, എന്താക്കിയിടോ നിൻ്റെ ആൾക്കാരൊക്കെ അവിടെ പോയി, നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരവിടെ പോയി, എന്താക്കി അവരെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അവരിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഫഖാല ലിൽ മലിക്, എന്നിട്ട് ഈ കുട്ടി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫ്അല മാ ആമുറുക ബിഹി. ഇന്നക, തീർച്ചയായും താങ്കൾ, ലസ്ത ബിഖാതിലി, താങ്കൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. ഹത്താ തഫ്അല മാ ആമുറുക ബിഹി, ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യാതെ. ഹത്താ തഫ്അല, നിങ്ങൾ ചെയ്യുന്നത് വരെ മാ ആമുറുക ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കൊല്ലണോ എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ.
എന്നാ കൊല്ലാം. ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫ്അല മാ ആമുറുക ബിഹി, എന്താണോ ഞാൻ പറയുന്നത് അത് ചെയ്യുന്നത് വരെ താങ്കൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഖാല, രാജാവ് ചോദിച്ചു, മാ ഹുവ, എന്താണ് ആ കാര്യം, നിന്നെ കൊല്ലാൻ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു. ഖാല, പറഞ്ഞു, തജ്മഉ അന്നാസ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം. ഈ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടണം. ഫി സഈദിൻ വാഹിദിൻ, വലിയ ഒരു മൈതാനത്ത്. എന്നിട്ടോ വതസ്ലുബ്നി, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയല്ലോ മൈതാനത്ത്. വതസ്ലുബ്നി, എന്നിട്ട് എന്നെ നിങ്ങൾ കുരിശിൽ തറക്കണം, ക്രൂശിക്കണം. അല ജിദ്ഇൻ, ഒരു ഈത്തപ്പന തടിയുമേൽ. ജിദ്ഇ, ഈത്തപ്പനയുടെ തടിയുമേൽ എന്താക്കണം, കുരിശ് തറക്കാൻ വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ആണി വേടണം. സുമ്മ, എന്നിട്ട് ഖുദ് സഹ്മൻ, ഒരമ്പ് താങ്കൾ എടുക്കണം. മിൻ കിനാനത്തി, എൻ്റെ കിനാനത്തിൽ നിന്ന്. കിനാനത്ത് എന്ന് പറഞ്ഞാൽ ഈ അമ്പെയ്ത്തുകാർ അരപ്പട്ട കെട്ടിയിട്ട് അമ്പ് ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. അതിനാണ് എന്ത് പറയുക, ആവനാഴി എന്നൊക്കെ പറയും മലയാളത്തിൽ. സുമ്മ ഖുദ് സഹ്മൻ മിൻ കിനാനത്തി, പിന്നെ എൻ്റെ അടുത്തുള്ള ആവനാഴിയിൽ നിന്ന് എന്താക്കണം, ഒരമ്പെടുക്കണം. സുമ്മ ദഅ അസ്സഹ്മ ഫീ കബിദിൽ ഖൗസ്, എന്നിട്ട് ആ അമ്പ് താങ്കൾ വെക്കണം. ഫീ കബിദിൽ ഖൗസ്, വില്ലിൻ്റെ മധ്യഭാഗത്ത് വെക്കണം. ആരുടെ, ഈ ചെക്കൻ്റെ വില്ലുണ്ട്, ചെക്കൻ്റെ അമ്പും വില്ലുണ്ട്, ഈ കുട്ടിൻ്റെ അമ്പും വില്ലുണ്ട്. ആ കുട്ടിൻ്റെ വില്ലിൻ്റെ മധ്യഭാഗത്ത് വെക്കണം. സുമ്മ ഖുൽ, എന്നിട്ട് രാജാവെ താങ്കൾ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറയണം. ബിസ്മില്ലാ, അമ്പ് ചെയ്യാൻ പോകണല്ലോ, അതിന് മുമ്പ് പറയണം ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഏതല്ലാഹു? റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയണം. സുമ്മ ഇർമിനി, എന്നിട്ട് അമ്പ് ചെയ്യണം. മനസ്സിലായില്ലേ, എന്നെ കൊല്ലാനുള്ള വഴിയാ പറയണം. സുമ്മ ഇർമിനി, എന്നിട്ട് അമ്പ് ചെയ്യണം. ഫഇന്നക ഇദാ ഫഅൽത ദാലിക്, അത് താങ്കൾ ചെയ്താൽ ഖതൽതനി, താങ്കൾക്ക് എന്നെ എന്ത് ചെയ്യാം, കൊല്ലാം. ചെക്കൻ പറഞ്ഞ വഴി എന്താ, വലിയൊരു മൈതാനത്ത് ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് എന്നെ ഒരു ഈത്തപ്പനയുടെ തടിയിൽ കുരിശിൽ തറക്കണം. എന്നിട്ട് എൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് എൻ്റെ വില്ലിൽ വെച്ച് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അമ്പ് ചെയ്യണം. അള്ളാഹുവിൻ്റെ നാമത്തിൽ. രാജാവിനെ കൊണ്ട് അള്ളാഹ് എന്ന് പറയിപ്പിക്കണം ആര്, മുമ്പര്. അങ്ങനെ ഫജമഅ അന്നാസ ഫീ സഈദിൻ വാഹിദ്, രാജാവ് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി, വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി. വസലബഹു അലാ ജിദ്ഇൻ, ഇവൻ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പനയുടെ തടിയിൽ ഇവനെ കുരിശിൽ തറച്ചു. സുമ്മ അഖദ സഹ്മൻ മിൻ കിനാനതിഹി, അവൻ്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്തു. സുമ്മ വളഅ അസ്സഹ്മ ഫീ കബിദിൽ ഖൗസ്, എന്നിട്ട് വില്ലിൻ്റെ മധ്യത്തിൽ അമ്പ് വെച്ചു. സുമ്മ ഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, ബിസ്മി റബ്ബിൽ ഗുലാം, ബിസ്മി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞു. സുമ്മ റമ, എന്നിട്ട് ആ അമ്പ് ചെയ്തു. ഫവഖഅ അസ്സഹ്മു, അപ്പോൾ അമ്പ് പതിച്ചു. ഫീ സുദ്ഗിഹി, അവൻ്റെ നെറ്റിയിൽ പോയി എന്ത് ചെയ്തു, അമ്പ് പതിച്ചു. ഫവദഅ യദഹു, അപ്പോൾ ഈ കുട്ടി അവൻ്റെ കൈവച്ചു. ഫീ സുദ്ഗിഹി, അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. അമ്പിട് വന്ന് തറച്ചപ്പോളേ ഫമാത, അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, മരിച്ചു. ഫഖാല അന്നാസ്, ജനങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കല്ലേ, നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ടുണ്ടല്ലോ. ഫഖാല അന്നാസ്, അപ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ഗുലാം, ആമന്നാ ബി റബ്ബിൽ, ഞങ്ങളെല്ലാം ഈ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. കുട്ടിക്ക് വേണ്ടത് അതായിരുന്നു, ആമന്നാ ബി റബ്ബിൽ ഗുലാം, ഞങ്ങളൊക്കെ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഫഉതിയൽ മലികു, രാജാവിൻ്റെ അടുത്തെല്ലാവരും ഈ ആളുകളൊക്കെ വന്നു. ഫഖീല ലഹു, രാജാവിനോട് ചോദിച്ചു, അറഅയ്ത മാ കുൻത തഹ്ദർ, അറഅയ്ത, എങ്ങനെയുണ്ട് രാജാവേ, മാ കുൻത തഹ്ദർ, താങ്കൾ ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചില്ലേ? രാജാവ് എന്താ ഭയപ്പെട്ടിരുന്നത്? രാജാവിൻ്റെ ഈ റബ്ബ് എന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്നായിരുന്നു വാദം. താങ്കൾ ഭയപ്പെട്ടത് സംഭവിച്ചില്ലേ? ഖദ് വല്ലാഹി നസല ബിക ഹിദ്റുക്, അല്ലാഹുവാണ് സത്യം,
താങ്കൾ ഭയപ്പെട്ടത് എന്താണോ അത് താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഖദ് ആമനന്നാസ്, ജനങ്ങളെല്ലാവരും. കുട്ടിയുടെയും ആവശ്യം എന്തായിരുന്നു? ഈ സത്യം ജനങ്ങളെല്ലാവരും എത്തുക എന്നുള്ളതാണ്. ജനങ്ങളെല്ലാവരും എന്തായി? വിശ്വസിച്ചു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഫഅമറ ബിൽ ഉഖ്ദൂദി ബിഅഫ്വാഹി സിക്കക്കി. ഫഅമറ, രാജാവ് കൽപ്പിച്ചു, ബിൽ ഉഖ്ദൂദി, വലിയ കിടങ്ങുകൾ കുഴിക്കാൻ. ഖദ് ഉഖ്ദൂദ് ബിഅഫ്വാഹി സുക്കക്ക്, സുക്കകൾ, വഴികളുടെയൊക്കെ തുടക്കത്തിൽ. സുക്കക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഈ സക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഇടവഴികൾക്കാണ് എന്ത് പറയുക, എല്ലാ വഴികളുടെയും തുടക്കത്തിൽ വലിയ കടങ്ങ് കുഴിക്കാൻ പറഞ്ഞു. ഫഖുദ്ദത്ത്, അങ്ങനെ കുഴിക്കപ്പെട്ടു, വലിയ കടങ്ങുകൾ കുഴിക്കപ്പെട്ടു. ഉഖ്ദൂദ്. വ ഉദ്രിമ ഫീഹ നീറാൻ, ഈ കടങ്ങുകളിലൊക്കെ തീയിട്ട് കത്തിച്ചു. ഉദ്രിമ ഫീഹ, അതിൽ കത്തിക്കപ്പെട്ടു. നീറാൻ, തീ കത്തിച്ചു. വഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു, വമൻ ലം യർജി അൻ ദീനിഹി, രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ഈ ദീനിൽ നിന്ന് മടങ്ങാത്തവരെല്ലാം ഫഖ്ഹിമൂഹു ഫീഹാ, പിടിച്ച് ഈ കുണ്ടിലിടണം എന്ന് പറഞ്ഞു. ദീനിൽ നിന്ന് മടങ്ങാത്ത, ഈ കുട്ടിയുടെ ദീനിൽ പ്രവേശിച്ചാലല്ലോ, മടങ്ങാത്തവരെയൊക്കെ പിടിച്ചെന്താക്കണം? ഈ കടങ്ങിലിടണം എന്ന് പറഞ്ഞു. ഔ ഖീല ലഹു, അല്ലെങ്കിൽ ആളുകളോടൊക്കെ വിളിച്ചു പറയണം, ഇഖ്തഹിം, മടങ്ങാത്തവരൊക്കെ ഈ കടങ്ങ് ചാടണം എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മടങ്ങാത്തവരൊക്കെ ഈ കടങ്ങ് പോയി എന്താക്കണം? ചാടണം. ഫഫഅലു, നിർബന്ധമായി ആളുകളെയൊക്കെ പിടിച്ച് എന്തൊക്കെ അതിലിട്ട് കരിച്ചു കളഞ്ഞു. ഹത്താ ജാഅത് ഇംറഅത്തുൻ, അങ്ങനെ ആളുകളെങ്ങനെ പിടിച്ചിടുകയാണ് ഇതിൽ. അങ്ങനെ ഒരു പെണ്ണ് വന്നു. വമഅഹ സബിയുൻ ലഹ, അവളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. ഫതഖഅസത് അൻ തഖഅ ഫീഹാ, കുഴിയിലേക്ക് ഇവളെ ഉന്തിയിട്ടപ്പം ഇവളിങ്ങനെ മാറി. തഖഅസത്, ഇങ്ങനെ പിന്തിരിഞ്ഞു. അൻ തഖഅ ഫീഹാ, അതിലേക്ക് വീണയിൽ നിന്ന് ഇങ്ങനെ പിന്തിരിഞ്ഞു. ഫഖാല ലഹൽ ഗുലാം, അപ്പോൾ ഈ ഒക്കത്തുള്ള കുട്ടി അവളോട് പറഞ്ഞു, യാ ഉമ്മ, അല്ലയോ ഉമ്മ, ഇസ്ബിറി, സബ്ർ കാണിക്കണം, പേടിക്കണ്ട, ഭയപ്പെടണ്ട. കാരണം ഇവർ ഭയപ്പെടുത്തി പേടിപ്പിച്ചിലേക്ക് ഉന്തിയിടുകയാണല്ലോ. ക്ഷമിക്കണം. ഫഇന്നകി അലൽ ഹഖ്, ഉമ്മ, നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ് ഈ സംഭവം. ഇതാണ് ഹദീസ്, വലിയ ഹദീസാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉദ്ധരിച്ചത് സബ്റിൻ്റെ ബാബിലാണ്, ക്ഷമയുടെ ബാബിൽ. എന്തിനാന്ന് പറയണ്ടല്ലോ, ഭയങ്കര ക്ഷമയാണല്ലോ നമ്മൾ കണ്ടത്. ആരുടെ അടുത്ത്? റാഹിബിൻ്റെ അടുത്ത്, മന്ത്രിയുടെ അടുത്ത്, കുട്ടിയുടെ അടുത്ത്, ഏറ്റവും അവസാനം ഈ ഉമ്മാൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് സബറിൻ്റെ ബാബിൽ, സബറിൻ്റെ ക്ഷമയുടെ അധ്യായത്തിൽ ഉദ്ധരിച്ചത്. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ജീവിതത്തിൻ്റെ ഇങ്ങനത്തെ എല്ലാ രംഗങ്ങളിലും എന്ത് വരും? പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരും. പ്രത്യേകിച്ച് ഹക്കിൻ്റെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയൊക്കെ നമ്മൾ സബർ കാണിക്കണം എന്നതാണ് ഏറ്റവും വലിയ സംഗതി. ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ഹദീസാണിത്. അപ്പോൾ ഇത് കഥയല്ല, കഥ എന്നതിന് പറയരുത്, ഇത് സംഭവമാണ്. റസൂലുള്ളാഹി പറഞ്ഞത് ഫീമൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമൂഹത്തിൽ സംഭവിച്ച ഒരു സംഭവം എന്ന നിലക്കാണ് എന്ത് പറയുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവിടെ ആദ്യം തന്നെ ഒരു രാജാവ്, ആ രാജാവിനൊരു സാഹിർ, അന്നത്തെ ഒരു രീതിയാണത്. രാജാവിന് മാരണം ചെയ്യാൻ ഒരു സാഹിർ ഉണ്ടാവും. ആ സാഹിർ പ്രായമായി മരിക്കാൻ പോവുക. അപ്പോൾ രാജാവിൻ്റെ സാഹിർ രാജാവിനോട് പറയണം, ഒരാളെ അയക്കണം, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന്. ഒരു ഗുലാമിനെ അയക്കാനാണ് പറഞ്ഞു. ഗുലാം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ അതിവിടെ വലിയൊരു സംഗതിയാണ്. കുട്ടികളെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പഠിപ്പിക്കാൻ എപ്പോഴും നല്ല പ്രായം ഗുലാം എന്ന പ്രായമാണ്. അത് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗുലാം, കുട്ടി എന്ന ഒരു പ്രായം, മനസ്സിലായില്ലേ? അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത്, അല്ലാഹു നൽകുന്ന നിഅമത്തിൽപ്പെട്ടതാണ്
ഈ കുട്ടിയുടെ സംഭവത്തിൽ നമ്മൾ കണ്ടില്ല, ആ ഒരു ജീവി വഴിയിൽ വന്നു, അവ കുട്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള നിഅമത്തുകൾ കാണിച്ചു കൊടുക്കും. അള്ളാഹുവിലുള്ള അവൻ്റെ വിശ്വാസം ദൃഢമാകാൻ വേണ്ടി അങ്ങനെയുള്ള ദലീലുകൾ എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ നിഅമത്തിൽപ്പെട്ടതാണ്. ഷെയ്ഖ് പറയുന്നുണ്ട്, വമിൻ സമ്മ ശുരിഅത്തിൽ ഇസ്തിഖാറ. ഇസ്തിഖാറത്ത് എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, ഇസ്തിഖാറത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യാണ്. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് എന്ത്, അള്ളാഹുവേ ഈ വിഷയത്ത് ഖൈറാണെങ്കിൽ എനിക്ക് അടുപ്പിച്ച് തരണം എന്ന് ദുആ ചെയ്യണല്ലോ. അപ്പോൾ അതിൽ അള്ളാഹു നമുക്ക് ആ ഖൈറിലേക്ക് നമ്മൾ എത്തിക്കുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന ഒരു ബഹുമാനമാണ്. അത് മുഖേന നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും, ശക്തമാവും. ഇവിടെ ഈ കുട്ടിക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ഒരു ബഹുമാനമാണ് എന്ന് വേണം എന്താക്കാൻ, മനസ്സിലാക്കാൻ. അതേമാതിരി ഈ കുട്ടിയുടെ അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി നിങ്ങൾ കണ്ടില്ലേ. കുട്ടി ദുആ ചെയ്ത് എത്ര ശക്തിയുള്ള രോഗങ്ങളാണ് എന്ത് ചെയ്യണത്, സുഖമാകണത്. രാജാവിന് പോലും എന്ത് ചെയ്തു, സുഖമായി. അത് ഈമാനിൻ്റെ ശക്തിയാണ്. ഈമാൻ അങ്ങനെ എന്തുണ്ട്, ശക്തിയുണ്ട്. ഈമാൻ അത്ഭുതം കാണിക്കും. പക്ഷേ ആ അത്ഭുതം ഒരിക്കലും കച്ചവടമല്ല. ഈമാൻ കച്ചവടക്കാരന് ആ ഈമാൻ്റെ അത്ഭുതം ഉണ്ടാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിലുള്ള കറാമത്ത് അതാണ്. മനസ്സിലായി? കറാമത്ത് ഒരിക്കലും ബിസിനസ്സാക്കാൻ പറ്റില്ല. ബിസിനസ്സാക്കിയാൽ അതെന്താവില്ല, കറാമത്താവില്ല. ആരോടും അത് അനൗൺസ് ചെയ്യാനും അത് പരസ്യം ചെയ്യാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വശീകരിക്കാനോ ഒന്നും പറ്റില്ല. അതൊന്നും എന്തല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെയുള്ള സംഗതികൾ എന്താവും, നൽകും. അത് അള്ളാഹുവും അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി പഠിപ്പിക്കണ എന്താ, മന്ത്രി വന്നപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്, എനിക്ക് പറ്റൂല, നീ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അള്ളാഹ് സ്വീകരിക്കും. ചിലപ്പോൾ സ്വീകരിച്ചാൽ നിനക്ക് എന്താവും, സുഖമാവും. ഈ കുട്ടി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കുട്ടി എന്ത് ചെയ്യാണ്, ശ്രമിക്കണം. അതല്ലാതെ ഈ കുട്ടിയിൽ വിശ്വാസം ഉണ്ടാക്കാനല്ല ശ്രമിക്കണം. സാധാരണ ഈ കറാമത്ത് ബിസിനസ് നടത്തുന്ന ആൾക്കാർ എന്താ ചെയ്യുക, അവരെ മാർക്കറ്റ് കൂട്ടാനാണ് എന്ത് ചെയ്യുക. ഇതല്ല. കുട്ടി പറയണത്, എനിക്കൊരു കഴിവില്ല, അള്ളയാണ് സുഖാക്കണേ, നീ അള്ളയിൽ വിശ്വസിക്കോ, ഓക്കെ. അതൊരു വലിയ വിഷയമാണ്. അതാണ് ഈ കുട്ടി ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പിന്നെ കുട്ടി മാത്രമല്ല, കുട്ടി പഠിപ്പിച്ചവരുടെയൊക്കെ രീതികൾ ആലോചിച്ച് നോക്കൂ. രാജാവ് പിടിച്ചു വെച്ചിട്ട് ശിക്ഷിച്ചിട്ട് ആരാടോ കാഴ്ച തിരിച്ചെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണേ, റബ്ബി എന്നാ പറയണത്. അപ്പോൾ ആ മന്ത്രിയുടെ പോലും വിശ്വാസം ഈ കുട്ടി നോക്കൂ നിങ്ങൾ, ഒരു കുട്ടിയുടെ അടുത്ത് മന്ത്രി ചെന്നിരുന്ന് വിശ്വസിച്ചു. അപ്പോഴേക്ക് അവൻ്റെ ജീവിതത്തിനും വിശ്വാസത്തിനൊക്കെ മാറ്റം വരിക. ശരിയല്ലേ? അത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇത് കൽപ്പിക്കുന്നവൻ്റെയും പറയുന്നവൻ്റെയും ഒക്കെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടതാണ് ആ വിഷയം. നമ്മളൊക്കെ ചിലപ്പം വിചാരിക്കലുണ്ട്, എൻ്റെ മോനൊന്നും ഞാൻ എത്ര പറഞ്ഞിട്ടും എന്താക്കണില്ല. നമ്മളൊക്കെ ഭയങ്കര ആവലാതിയും പ്രയാസമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോഴൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഇഖ്ലാസാണ്. നമ്മൾ ഇഖ്ലാസിൽ എന്തോ കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് എന്താക്കാത്തത്, ഏശാത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടീൻ്റെ അടുത്ത് വന്നു, മന്ത്രി ദീൻ സ്വീകരിച്ചു. എന്നിട്ട് ആ മന്ത്രിക്ക് കിട്ടുന്ന വിശ്വാസത്തിൻ്റെ കടുപ്പം നോക്കൂ. രാജാവ് ശിക്ഷിച്ചിട്ടും എന്തില്ല, ഒരു മാറ്റവുമില്ല. അതൊരു കടുപ്പമുള്ള വിശ്വാസമാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ വിശ്വാസത്തിലുള്ള ഇഖ്ലാസിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാമിൻ്റെ ഒരു രീതി, ഏത് കാലത്തും രാജാക്കന്മാരുടെ പലതരത്തിലുള്ള മർദ്ദനങ്ങളും ഫിത്നകളും ഒക്കെ മുൻകഴിഞ്ഞു പോയ ഇമാംമാരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഖൽഖുൽ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ വമ്പിച്ച പ്രശ്നമുണ്ടായി. കഠിനമായ മർദ്ദനമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിന് കിട്ടിയത്. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് രാജാവ് പറയും, ഷെയ്ഖ് പറയും, അഹ്മദ് ബിൻ ഹംബൽ പറയും എന്തല്ല, സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതിന് സൃഷ്ടി എന്ന് പറയാൻ പാടില്ല, സൃഷ്ടിയല്ല. എന്നിട്ട് വമ്പിച്ച പ്രശ്നമുണ്ടായി. അപ്പോൾ അത് ഓരോ കാലത്തും രാജാക്കന്മാർ അങ്ങനെയാണ്, അതൊക്കെ ഉണ്ടാകും, അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ
അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഈ കുട്ടി നമ്മളെ പഠിപ്പിച്ചു. അതെന്താ? അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ഷിഇത. നമ്മളെ ഉപദ്രവിക്കാൻ ഒരാൾ വന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ അവർ കൊണ്ടുപോവുകയാണ്, ഉപദ്രവിക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. വല്ല മാർഗമുണ്ടോ? ഒരു മാർഗമില്ല. എങ്ങനെയും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം, അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ഷിഇത. അല്ലാഹുവേ, നീ ഉദ്ദേശിച്ച രൂപത്തിൽ ഇവരിൽ നിന്ന് നീ എന്നെ എന്ത് ചെയ്യണം? യാ സലാം. ഒരു വല്ലാത്ത പ്രാർത്ഥന. നമുക്കറിയില്ല എങ്ങനെയാണ് പഠിച്ചോൻ, എങ്ങനെയാണ് നമ്മൾ അവിടുന്ന് എന്താക്കുക. ഈ കുട്ടി വിചാരിക്കാത്ത രീതിയാണല്ലോ അത്. പർവ്വതം കുലുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കപ്പൽ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ, ആ പ്രാർത്ഥന ഈ കുട്ടി നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസിൽ. അല്ലാഹുമ്മ ഇക്ഫിനീഹിം ബിമാ ഷിഇത എന്ന്. നമ്മളെപ്പോഴും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. പിന്നെ ഈ ഹദീസിൽ നിന്ന് മൊത്തത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ട വിഷയം, ഒന്നാമതായി ഈ കുട്ടിയുടെ ഈമാനിൻ്റെ ശക്തി. ആ ഈമാനിൻ്റെ ശക്തി നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈമാനിൻ്റെ ശക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈമാനിൻ്റെ ശക്തിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അനങ്ങാത്ത ഈമാൻ, ആര് വന്ന് പിടിച്ചാലും ഏതൊക്കെ വശീകരണ ശക്തി കൊണ്ട് വശീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു നിലക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തിന് ശക്തിയുണ്ടെങ്കിൽ അള്ളാഹു നമ്മളിലൂടെ പല ആയത്തുകളും കാണിക്കും. നമ്മുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മിലൂടെ പല ആയത്തുകളും പല അടയാളങ്ങളും എന്ത് ചെയ്യും? കാണിക്കും. ഈ കുട്ടീൻ്റെ വിഷയം അതാണല്ലോ, പിടിച്ച് പർവ്വതമൊക്കെ കുലുങ്ങിയല്ലോ, മനസ്സിലായി? അത് അള്ളാഹു കാണിച്ച ആയത്താണ്. മൂന്നാമത്തെ വിഷയം, ഈമാനുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. അള്ളാഹിനോട് ദുആ ചെയ്താൽ ഏത് പ്രതിസന്ധിയിൽ ദുആ ചെയ്താലും എന്ത് ചെയ്യും? സ്വീകരിക്കും. അതാണല്ലോ ഇവിടെ ഈ കുട്ടിയുടെ വിഷയത്തിൽ കണ്ടത്. ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ നിയമധാരങ്ങൾ കുഫാറുകൾ ദുആ ചെയ്താൽ പോലും സ്വീകരിക്കുന്ന. ഈമാൻ ഉണ്ടെങ്കിൽ എന്തായാലും സ്വീകരിക്കും. കുഫാറുകൾ ദുആ ചെയ്താൽ പോലും എന്ത് ചെയ്യും? സ്വീകരിക്കും. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ കുഫാറുകൾ കടലിൻ്റെ നടുവിലെത്തി, മനസ്സിലായി? കടലിങ്ങനെ ആടാൻ തുടങ്ങിയാൽ അവർ ദുആ ചെയ്യും, അല്ലാഹുവേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. അള്ളാഹ്ക്കറിയാം ഇവർ കടലിൻ്റെ കരയിലെത്തിയാൽ എന്താക്കും. ഖുർആൻ തന്നെ പറയാ, കടലിലെ കരയിലെത്തിയാലോ ഫലമ്മാന ജാഹും മിനൽ ബർരി ഫൈദാഹും യുശ്രികൂൻ. അവർ ശിർക്ക് ചെയ്യുക. എന്നിട്ടും അള്ളാഹു അവരെന്ത് ചെയ്തു? അയ്യോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുഫാറുകളുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുമെങ്കിൽ മുഅ്മിനുകളുടെ പ്രാർത്ഥന അള്ളാഹു എന്ത് ചെയ്യും? ആദ്യം സ്വീകരിക്കും. ഈമാന്റെ ശക്തി അനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? ആ ഒരു ഇത് നമുക്ക് തരും. നമ്മളെപ്പോഴും എന്താക്കണം? സ്വീകരിക്കണം. നാലാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മുസ്ലിം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണകാംക്ഷ നമ്മുടെ പ്രധാന അജണ്ടയാകണം. മുസ്ലിം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണകാംക്ഷ നമ്മളുടെ പ്രധാന അജണ്ടയാകണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? എന്നെ കൊല്ലണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്തിനാ കുട്ടിയെ വഴി പറഞ്ഞു കൊടുത്തത്? ഈ ആളുകൾക്ക് മുഴുവൻ ദീനെത്തിക്കാൻ വേണ്ടിയാ, അല്ലേ? ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി സ്വയം സന്നദ്ധനാവുക, ഇതൊരു ജിഹാദാ. കുട്ടി സ്വയം സന്നദ്ധനാവുകയാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഈ ഭൂമിയിൽ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും എന്താകും? ദീൻ കിട്ടും. കിട്ടിയല്ലോ. അതുകൊണ്ടാണ് മൂപ്പര് ആദ്യത്തെ കണ്ടീഷൻ എന്താ? ക്ലോസ് എന്താ? നാട്ടിലുള്ള എല്ലാവരും ഒരു മൈതാനത്ത് എന്താക്കണം? ഒരുമിച്ചോടി. ഒരു വലിയ വിഷയമാണത്. പൊതു ഗുണം, മുസ്ലിം സമൂഹത്തിന് പൊതുവെ കിട്ടുന്ന ഗുണം, ആ ഗുണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രധാന പരിഗണന നൽകണം. ഇതാണ് യഥാർത്ഥത്തിൽ വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ജിഹാദ് എന്നൊക്കെ പറഞ്ഞത്, മനസ്സിലായല്ലേ? ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യബോംബിനൊക്കെ ന്യായീകരണം കാണുന്നത്. പക്ഷെ മനുഷ്യബോംബും ഇതും ഒന്നല്ല. മനുഷ്യബോംബ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ മനുഷ്യബോംബിന് ന്യായീകരണം കാണുന്നത് യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില ഈ ദീനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, അതിനിവിടെ ഷെയ്ഖ് പറയുന്നുണ്ട്,
അത് ഉദ്ധരിച്ചിട്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നൊരു വാചകമുണ്ട്, അമ്മാ യഫ്അലുഹു ബഅദുൻ നാസി മിനൽ ഇൻതിഹാർ. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചെയ്യുന്ന ആത്മഹത്യ, ബിഹൈസു യഹ്മിലു ആലാത്തിൻ മുതഫജ്ജിറ, പൊട്ടിത്തെറിക്കുന്ന ഉപകരണങ്ങൾ അവർ സ്വയമായി മാറുകയാണ്. ബോംബ് ദേഹത്തിൽ വെച്ചിട്ട്, മനസ്സിലായില്ലേ, ഫലസ്തീനു വേണ്ടി പൊട്ടിത്തെറിക്കുക എന്നാ പറയല്. വയതഖദ്ദമു ബിഹാ ഇലൽ കുഫാർ, എന്നിട്ട് ബോംബും വെച്ച് മൂപ്പര് കുഫാറുകളുടെ ഇടയിലേക്കാണ് ചെല്ലും. സുമ യുഫജ്ജിറുഹാ ഇദാ കാന ബൈനഹും, എന്നിട്ട് കുഫാറുകളുടെ ഇടയിൽ നിന്ന് മൂപ്പര് എന്താക്കും, പൊട്ടിത്തെറിക്കും. അപ്പോഴെന്താവും, അപ്പം ഇയാളും മരിക്കും, കുറേ കുഫാറുകൾ എന്താക്കും, മരിക്കും. ഇത് ഷെയ്ഖ് പറയുന്നു, ഇത് വമൻ ഖതല നഫ്സഹു, ഇത് അവനെ സ്വയം കൊല്ലലാണ്. ഫഹുവ ഖാലിദുൻ മുഖല്ലദുൻ ഫീ നാരി ജഹന്നം. ഇവൻ എന്താണ്, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഷഹാദത്തല്ല ഇത്, മറിച്ച് അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും. കാരണം എന്താ, കമാ ജാഅ ഫിൽ ഹദീസ് ലിഅന്നഹു ഖതല നഫ്സഹു. ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാൾ സ്വന്തം ശരീരത്തെ കൊന്നാൽ അവൻ എന്താണ്, എന്നെന്നും നരകത്തിലാണ്. ലാ ഫി മസ്ലഹത്തൽ ഇസ്ലാം, ഇതിൽ ഇസ്ലാമിന് മസ്ലഹത്തില്ല. ലിഅന്നഹു ഇദാ ഖതല നഫ്സഹു, എന്താ മസ്ലഹത്തില്ല എന്ന് പറയാൻ, മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ നന്മ. ഇസ്ലാമിനൊരു നന്മയും ഈ പൊട്ടിത്തെറിയിലില്ല, മനുഷ്യബോംബായി പൊട്ടിത്തെറിയില്ല. എന്താ കാരണം, ഇദാ ഖതല നഫ്സഹു, അവനെ കൊന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഖതല അശറ ഉമിയ ഉമിയത്തേൻ, അല്ലെങ്കിൽ 10, 100, 200 ആൾക്കാരെ കൊന്നു എന്ന് വെക്കുക. ലം യൻതഫഇൽ ഇസ്ലാം ബിദാലിക, അതുകൊണ്ട് ഇസ്ലാമിന് ഗുണമില്ല. ഇസ്ലാമിന് ഗുണമല്ല. എന്താ കാരണം, ഫലം യുസ്ലിം അന്നാസ്, ഇവന് പൊട്ടിത്തെറിച്ച് ഇങ്ങനെ മരിച്ചു, 100 ആൾക്കാരെ കൊന്നു, ആരെങ്കിലും മുസ്ലിമാവോ? ഇല്ലല്ലോ. ഇവിടെ ഈ കുട്ടി മരിച്ചപ്പോൾ എന്തായി, നാട്ടുകാരുമായി മുസ്ലിമായി. ഒരാൾ ബോംബായി നിൽക്കുക, മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച് കുറേ കുഫാറുകളാണ് കൊന്നു, അല്ലെങ്കിൽ ജൂതന്മാരെ കുറേ കൊന്നു, അവിടെ ആരെങ്കിലും മുസ്ലിമാവോ? ഇല്ലല്ലോ. ബി ഖിലാഫി ഖിസ്സത്തിൽ ഗുലാം, കുട്ടിയുടെ കഥ ഉദ്ധരിച്ച് ഈ പണിക്ക് പോകരുത്. കുട്ടിയുടെ കഥയിൽ എന്തുണ്ട്, ആൾക്കാർ കുട്ടിയുടെ മരണത്തോടു കൂടി മുസ്ലിം ആകേണ്ട അങ്ങനെ ഒരു സംഭവം. ഫഇന്ന ഫിഹാ ഇസ്ലാമു കസീറു മിന്നാസ്, കാരണം കുട്ടിയുടെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ എന്തായി, മുസ്ലിമായി. ഇനി ശൈഖ് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാനത് ചുരുക്കി പറയാൻ സമയം കഴിഞ്ഞ്. ഇവിടെ ആളുകൾ മുസ്ലിം ആവില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ മനുഷ്യബോംബുണ്ടായാൽ ആളുകൾ ഇസ്ലാമിന് എന്താവും, എതിരാകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആളുകൾ മുസ്ലിമാകുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ ഇത്തരം തീവ്രവാദികളായോ ഭീകരവാദികളായോ സ്വയം പൊട്ടിത്തെറിച്ച് ഞങ്ങളൊക്കെ കൊന്നോ എന്ന് ചോദിച്ച് ഇസ്ലാമിനെതിരാകുകയാണ് എന്ത് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഈ സംഭവം ഉദ്ധരിച്ച് മനുഷ്യബോംബാകാൻ എന്താകരുത്, തെളിവാകരുത്. മനുഷ്യബോംബിന് ഇതെന്തല്ല, തെളിവല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവങ്ങൾ. അവസാനത്തെ ഒരു സംഭവം ആ സ്ത്രീയുടെ സംഭവം, സബറിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു സ്ത്രീ, കുട്ടിയുണ്ട് ഒക്കത്ത്, രാജാവ് പിടിച്ച് ഇതിലേക്ക് ഉന്തുന്ന സമയത്ത് പേടിച്ച് എന്താക്കുക, പിറകോട്ട് പോവാണ്. അപ്പം ഈ മോൻ പറയാണ്, ഉമ്മ ഇസ്ബിരി ഫഇന്നകി മിനൽ ഹഖ്, ഉമ്മ ക്ഷമിച്ചോളൂ, അഥവാ അതിലേക്ക് വീണാലും മരിച്ചാലും നിങ്ങൾ എന്താക്കണ്ട, പേടിച്ചു പോകണ്ട, കാരണം താങ്കൾ എന്തിലാണ്, ഹക്കിലാണ്. ഒരു കുട്ടി സംസാരിക്കാം. 2 കുട്ടികൾ സംസാരിച്ചതാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്. ഒന്നാമത്തേത് ഏതാ, രണ്ടാമത്തെ സംഭവം ഇതാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടാൽ എന്താ വേണ്ട, പേടിച്ചു വേണ്ട. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈസാ നബിയുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് സൂറത്തു സുമറിൽ 61-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യുനജ്ജില്ലാഹുല്ലദീന തഖൗ ബിമഫാസതിഹിം, അള്ളാഹു തഖ്വയുള്ള ആളുകളെ വിജയിപ്പിക്കും, അവരെ രക്ഷിക്കുകയും ചെയ്യും. ലാ യമസ്സുഹുമു സൂഉ വലാ ഹും യഹ്സനൂൻ, അവർക്കൊരാപത്തും വരികയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ മറിയം ബീവിയുടെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. മറിയം ബീവിയുടെ സംഭവം നിങ്ങൾക്ക് അറിയാലോ, മറിയം ബിൻത്ത് ഇമ്രാൻ, സൂറത്ത് മറിയമിൽ ആ സംഭവം മുഴുവൻ പറയുന്നുണ്ട്. അവർ ഗർഭവതിയായി, ഭർത്താവില്ലാതെ ഗർഭവതിയായാൽ സ്വാഭാവികമായിട്ടും എന്താണ്, പ്രശ്നമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അല്ല പ്രശ്നം, പക്ഷേ നാട്ടിലെന്താണ് പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണല്ലോ. പിന്നെ കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. ഓരോ വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അവരൊരു ഈത്തപ്പനത്തോട്ടത്തിൻ്റെ മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഫഅജാഅൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ലതി,
അല്ലേ? എന്നിട്ട് ഈത്തപ്പനയുടെ ചുവട്ടിൽ അവർ വിശ്രമിക്കുക. അതിൻ്റെ താഴെ ഒരു നദിയുണ്ട്, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി. മറിയമിനോട് പറയാം, വഹുദി ഇലൈക്ക് ബിജിദ് ഇന്നഖ്ലത്തി തുസാഖിത്തി അലൈക്ക് റുത്തബൻ ജനിയ. മറിയമിനോട് പറയാം, മറിയമേ ഈ ഈത്തപ്പനെ പിടിച്ചിങ്ങനെ കുലുക്കിക്കോ, അപ്പം നിനക്ക് ആവശ്യമുള്ള ഫ്രഷായ ഈത്തപ്പഴം ഇങ്ങനെ താഴെ വീഴും. ഒരു കാലത്തും ഈത്തപ്പനം പിടിച്ചു കുലുക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. ഈത്തപ്പനങ്ങൾ കണ്ടിട്ടില്ലേ? പിടിച്ചു കുലുക്കാൻ കഴിയില്ല. പിടിച്ചു കുലുക്കിയാൽ തന്നെ അതിമുള്ള സാധനം എന്താവില്ല, നിലത്ത് വീഴുക. അപ്പം അള്ളാഹുവിൻ്റെ സഹായമാണ് അവിടെ. അതൊരു പെണ്ണ്, ഒരാണ് പിടിച്ചു കുലുക്കി എന്നൊക്കെ പറഞ്ഞാൽ മകൻ, ഒരു പെണ്ണാണ്, അതും ഒരു സുബ്ഹാനല്ലാഹ്. അപ്പം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആയത്താണ്, അള്ളാഹുവിൻ്റെ ആയത്താണ്. ഇനി റുത്തബ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയോ? റുത്തബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ പൊഴുത്ത് ഇങ്ങനെ നിൽക്കണം. എന്താണ് അതിങ്ങനെ ഉണ്ട്, വായിലേക്ക് വെച്ച് ഇറങ്ങിപ്പോണ സൈസാണ് എന്ത് റുത്തബ് പറഞ്ഞാൽ. അത് നിലത്ത് വീണാൽ പിന്നെ തിന്നാൻ കൊള്ളൂല. അതിങ്ങനെ മെല്ലെ ഈ കർഷകർ മെല്ലെ ഇങ്ങനെ പൊട്ടിച്ച് ഒരു പിന്നെ ചാക്കിങ്ങനെ ആക്കിയിട്ട് മെല്ലെ പൊട്ടിച്ച് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് എടുക്കുന്ന സാധനത്തിൻ്റെ പേരാണെന്ത്, റുത്തബ്. ഇവിടെ എന്താ അള്ളാഹ് പറയണത്, ഹുദി ഇലൈക്ക് ബിജിദ് നഖ്ലത്തി തുസാഖിത്തി ഇലൈക്ക് റുത്തബൻ ജനിയ. നിനക്ക് റുത്തബ് നിന്റെ താഴത്തേക്ക് ഇങ്ങോട്ട് വീണാൽ കേടൊരു ഈ സാധനം തിന്നാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു താല ഈ റുത്തബിനെ ആലോചിച്ച് നോക്കൂ, കേടുവരാത്ത രൂപത്തിൽ റുത്തബിനെ അള്ളാഹു എന്ത് ചെയ്യാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരെ താഴെ ഒരു പുഴ അല്ലേ, ഫകുലി വഷ്റബി വ ഖർരി ഐന. 3 സംഗതി അവിടെ കൽപ്പിക്കണം. കുലി തിന്നോ, നല്ല സുഖമുള്ള ഭക്ഷണമല്ലേ. വഷ്റബി കുടിച്ചോ, വ ഖർരി ഐന സുഖമായി കൺകുളിർമയോടുകൂടി എന്ത് ചെയ്തോ, ജീവിച്ചോ. അങ്ങനെ ആയി അവസാനം പ്രസവിച്ചപ്പോഴാണ് ആകെ ബേജാറായത്. നാട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ വയ്യല്ലോ. നാട്ടുകാരെന്തൊക്കെ തോന്നിയാസാ പറഞ്ഞ്, ഏയ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിൻ്റെ കുടുംബത്തെപ്പറ്റി നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ, ഒരു നല്ല ആൾക്കാരായിരുന്നല്ലോ, എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. യാ മറിയം ലഖദ് ജിഇതി ശൈഅൻ ഫരിയ. ഐ എത്ര മോശം കാര്യമാണ് മറിയമേ ചെയ്തത്, പരിഹസിച്ചു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്, വേറൊന്നും പറയരുതെന്ന്. അപ്പോൾ ആൾക്കാർ ചോദിച്ചല്ലോ, കൈഫ തുകല്ലിം മൻ കാന ഫിൽ മഹദി, എങ്ങനെ തൊട്ടിലുള്ള കുട്ടി സംസാരിക്കും, എന്താ മറിയമേ എനിക്ക് പറ്റിയത്. അപ്പോഴാണ് ഈ കുട്ടി എന്താണ് സംസാരിക്കണം. ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ്. ഞാൻ സംഭവം പറഞ്ഞ എന്താ വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ എന്ത് കാണിക്കും, ഇങ്ങനത്തെ ആയത്തുകൾ അള്ളാഹു കാണിക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഹുബ്ബ് ആണ് എന്ത്, ഈമാൻ. ഹുബ്ബ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഈമാൻ അവിടെ ഇഷ്ടമുണ്ടാകും. നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അയാൾ നമുക്ക് എന്തും തരൂലേ. ഒരാൾ, അള്ളാഹിനെക്കുറിച്ച് നമുക്ക് ഉദാഹരണം പറഞ്ഞുകൂടാ. അപ്പോൾ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടാലോ, ഒരു മനുഷ്യൻ, ഇത്ര സ്വാർത്ഥനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥന, എന്നിട്ട് പോലും ഇഷ്ടപ്പെട്ട എന്താവും, എന്തും കൊടുക്കും. അപ്പം അള്ളാഹ് എന്തായിരിക്കും, അള്ളാഹ് വലിയ ഔദാര്യവാനായ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു എന്ത് ചെയ്യും, എന്തും. അതാണ് അള്ളാഹു സുബ്ഹാനഹു. അതാണ് ഈ ഹദീസുകൾ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിലുള്ള നല്ല ഈമാൻ നൽകി നമ്മളെല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.